അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിരില്ലാത്ത ആകാശം, അറ്റമില്ലാത്ത കടൽ എന്നൊക്കെ പറയുന്നത് പോലെ നിർണയിക്കാനും അടയാളപ്പെടുത്താനും കഴിയാത്ത വിധമുള്ള ആനന്ദാതിരേകത്താൽ മനസ്സ് തുടികൊട്ടി നിൽക്കുന്ന ഒരു സന്തോഷവേളയിലാണ് സമസ്തയുടെ പ്രവർത്തകരെല്ലാവരും ഉള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 90ാമത് വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ അഭിവന്ദ്യരായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം 100ാമത് വാർഷിക മഹാസംഗമം ഇതാ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കർമ്മപദ്ധതികളും അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ സയ്യിദ് അവറുകൾ പറയുന്ന നേരത്ത് തക്ബീർ ആരവങ്ങളോടുകൂടെ ആലപ്പുഴ മാത്രമല്ല, ആ മണൽത്തരികളും മൺതരികളും മാത്രമല്ല, കേരളീയ മുസൽമാൻ അധിവസിക്കുന്ന മേഖലകളിലെ ഭൂപ്രദേശങ്ങളെല്ലാം സന്തോഷം കൊണ്ട് അലതല്ലിയ ഒരു നിമിഷമായിരുന്നു അത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇങ്ങോട്ട് മഹത്തുക്കളെല്ലാവരും അവരുടെ ആത്മാക്കളെല്ലാം സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് 100ാം വാർഷിക മഹാസമ്മേളനം. തുടക്കം മുതൽ ഈ ഒരു സഞ്ചാരപാതയിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ ആദർശ വിശുദ്ധിയോടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസിക മഹാസമ്മേളനം കാണാനും കേൾക്കാനും അവരൊക്കെ ഹയാത്തിലില്ല എന്ന വേദന മാത്രമാണ് സമസ്തയുടെ പ്രവർത്തകർക്കുള്ളത്. അള്ളാഹു ആ മഹത്തുക്കൾക്കൊക്കെ സ്വർഗീയമായ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. അത് അല്ലാഹു നൽകിയ വലിയ ഒരു തൗഫീഖാണ് എന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത സന്തോഷമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. എത്ര വലിയ തൗഫീഖാണ്! മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ധാരാളം സൂഫിയാക്കളായ സാദാത്യങ്ങളും ആരിഫീങ്ങളായ ഔലിയാക്കളുമൊക്കെ നട്ടുനനച്ച് വളർത്തിപ്പോന്ന പ്രസ്ഥാനം അതിൻ്റെ വലിയ ഒരു വൈജയന്തി അന്താരാഷ്ട്ര തലത്തിൽ വിളിച്ചറിയിക്കുന്ന ഒരു പ്രോഗ്രാമുമായി സമ്മേളനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനും ആ മുബാറക്കായ സദസ്സിൽ വന്നിരിക്കാനും ബഹുമാന്യരായ ഉസ്താദുമാരുടെ വാക്കുകൾക്ക് കാതോർക്കാനുമൊക്കെ അവസരം ലഭ്യമാവുക എന്നാൽ ചെറിയ സന്തോഷമല്ലല്ലോ ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലക്ക്. ആ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് അവിടെ പങ്കെടുത്തവരൊക്കെ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനത്തിൻ്റെ പ്രമേയവും അതിൻ്റെ ലോഗോ പ്രകാശനവും അതുപോലെ സ്ഥലവും തീയതിയും ഒക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത അസുലഭമായ ആ മുഹൂർത്തം, ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എത്ര മനോഹരമാണ് ആ പ്രമേയം. അതിൻ്റെ ലോഗോ അടയാളപ്പെടുത്തുന്ന കാഴ്ചപ്പാടുകൾ എത്ര മനോഹരമാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നാമധേയത്തിൽ നഗരി, ആ നഗരിയിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ നാമം ഷെയ്ഖുന ശംസുൽ ഉലമയുടേത്. കാസർഗോഡ് വെച്ച് പരിപാടി നടക്കുന്നു. 100ാമത് വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനമായി അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇനി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ ഘടകങ്ങളുടെയും പ്രവർത്തകർ അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ സന്തോഷത്തിന് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന 100ാമത് വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് അതിൻ്റെ പ്രൗഢിക്ക് ഒരു കോട്ടവും തട്ടാതെ എല്ലാ നിലക്കുമുള്ള സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും കർമ്മനിരതരാകണം. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ അവസരം ലഭിക്കുക എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കാൻ സ്വഹാബത്തിന് ലഭിച്ച അവസരം പോലെയാണ്. ദഅവത്തിൻ്റെ മേഖലയിൽ പുണ്യനബിക്ക് അവർ കൊടുത്ത സപ്പോർട്ട് പോലെയാണ് സമസ്തക്കൊപ്പം നിന്ന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള നമ്മുടെ ദൗത്യം. അത് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മുവഫഖീങ്ങളായ തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ അതിന് സാധ്യമാകൂ. ഇരുമ്പ് ഉരുക്കുന്ന നേരത്ത്, അത് തീയിലിട്ട് അതിനെ മെരുക്കിയെടുക്കുന്ന നേരത്ത് അതിൻ്റെ തുരുമ്പുകളെ മുഴുവനും തീ തിന്നു തീർക്കുന്നത് പോലെ, അതിൻ്റെ അശണ്ടകളെ മുഴുവനും
ഉന്മൂലനം ചെയ്യുന്നത് പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നല്ലതിനെ മാത്രം സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതെല്ലാം പുറംതള്ളുകയും ചെയ്തുകൊണ്ട് അത് അതിൻ്റെ അജയ്യമായ മുൻപോട്ടുള്ള പോക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുക തന്നെ ചെയ്യും. കൂടെ നിൽക്കാൻ കഴിഞ്ഞവരാണ് സൗഭാഗ്യവാന്മാർ. അത് തുടക്കം മുതൽ ഉണ്ടായി എന്നുള്ളതല്ല, ഒടുക്കവും ഈമാനോടുകൂടെ മരിക്കുന്ന ആ ഒരു സന്ദർഭം വരെയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക എന്നതാണ് അതിൻ്റെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു. ഈമാനോടുകൂടി മരിക്കുമ്പോഴേ അയാൾ സ്വഹാബിയാകുന്നുള്ളൂ. അയാൾ ആ മതത്തിൽ നിന്ന് വഴിമാറിപ്പോവുകയും പിന്നീട് മരിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വഹാബി എന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് സമസ്തക്കാരനായി നമ്മൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് വീമ്പു പറയുന്നതിലല്ല, മറിച്ച് അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ കൂടെ നിന്ന് അവസാനം വരെ, ആ വ്യക്തിയുടെ അവസാനം വരെ കൂടെ നിന്ന് എല്ലാ നിലക്കും അതിൻ്റെ ഉലമാക്കൾക്ക് ശക്തി പകർന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് പൂർണ്ണനായ ഒരു സമസ്തക്കാരൻ എന്ന് പറയാൻ സാധിക്കുക. വഴിയിലിറങ്ങാനും ഇറക്കിവിടാനുമുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ടാകും. അതിലൊന്നും നമ്മൾ അകപ്പെട്ടു പോകരുത്. ഇനി നമ്മൾ കരുതലോടെ മുൻപോട്ട് പോകേണ്ട സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് പ്രസ്ഥാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സമ്മേളനം പ്രഖ്യാപിച്ചു. ഇനി ഐതിഹാസികമായ ഒരു അന്താരാഷ്ട്ര മഹാസമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നു. സ്വാഭാവികമായും പ്രതിയോഗികളും ശത്രുക്കളും സടകുടഞ്ഞെഴുന്നേറ്റ് അതെങ്ങനെയെല്ലാം പരാജയപ്പെടുത്താൻ സാധിക്കുമോ അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ധാരാളം പുകപടലങ്ങൾ അവർ അന്തരീക്ഷത്തിൽ പടർത്തിക്കൊണ്ടേയിരിക്കും. ആ കാര്യങ്ങളെല്ലാം പക്വതയോടുകൂടെ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർ എടുത്തു ചാടുന്നതിന് പകരം അതിൻ്റെ നിജസ്ഥിതിയും യാഥാർത്ഥ്യവും വസ്തുതയും എന്താണ് എന്ന് ബന്ധപ്പെട്ട നേതാക്കളോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഇന്നലെ സ്വാഗത സംഘ രൂപീകരണവും അതിൻ്റെ പ്രഖ്യാപനവും ഒക്കെ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനവും ഒക്കെ നടന്നത്. എന്നാൽ വാർത്തകൾ പുറത്തു വന്നപ്പോഴേക്ക് പാണക്കാട് തങ്ങന്മാരില്ലാത്ത ഒരു സമ്മേളന പ്രഖ്യാപനം, പാണക്കാട് തങ്ങന്മാരെ ബഹിഷ്കരിച്ചു, പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയകളിലുടനീളം, അതുപോലെ സോഷ്യൽ മീഡിയകളിലുടനീളം CICയുടെ ഉന്നതരായ നേതാക്കന്മാരുടെ FB വാളുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. അവരൊക്കെ അതിനെ ഒരു നെഗറ്റീവായ നിലക്ക്, സ്വാഭാവികമാണല്ലോ, ശത്രുതയുണ്ടാകുമ്പോൾ അവസരം കിട്ടുമ്പോൾ ഒരു വടി കിട്ടിയാൽ അടിക്കാൻ ശ്രമിക്കുമെന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ നമ്മൾ പ്രവർത്തകർ അത്തരം വഞ്ചനാത്മകമായ ചതികളിലൊന്നും വീണു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം പ്രഖ്യാപിച്ചപ്പോൾ 10,001 അംഗ സ്വാഗത സംഘത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി അദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തങ്ങൾ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് തങ്ങളോടാണ് ചോദിക്കേണ്ടത്. തങ്ങളെ ക്ഷണിച്ചിരുന്നു, തങ്ങൾ ഇന്നലെ വരുമെന്നറിയിച്ചിരുന്നു. തങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ളതിനാൽ തൻ്റെ ഒഴിവ് പോലെ ഒരു സമയം അവിടെ വന്നു പോകാമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾ എത്തിപ്പെട്ടില്ല എന്നത് എന്തുകൊണ്ടാണ് എന്നതിന് നമ്മൾ ഒരു നരേഷൻ കൊടുക്കുകയല്ല വേണ്ടത്. നമ്മുടെ പ്രതിയോഗികൾ അതിന് നരേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ വീണു പോവുകയല്ല വേണ്ടത്. അതെന്തുകൊണ്ട് വന്നില്ല എന്നത് തങ്ങളോടാണ് ചോദിക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതിലെല്ലാം പാണക്കാട് സാദാത്യങ്ങളെ അർഹിക്കും വിധം പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രോഗ്രാം ഫൈനൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വിഭാഗത്തിൽ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ പറയാം. അബ്ദുസലാം ബാക്കവി വടക്കേക്കാട്, സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം, അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺവീനറാണ്. അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. മുഷാവറ അംഗങ്ങളെക്കാളും അവരുടെയൊക്കെ സ്ഥാനങ്ങൾക്ക് മുകളിൽ പാണക്കാട്ട് കുടുംബത്തെ ഇപ്പോഴും ആദരിച്ചും അംഗീകരിച്ചും തന്നെയാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിലെല്ലാം വിറളി പിടിച്ചുകൊണ്ട് സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും ഒക്കെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി കഥ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ശത്രുക്കളും പ്രതിയോഗികളും. അതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. അതാണ് അത്തരം ചതികൾ തിരിച്ചറിയാത്ത ആളുകൾക്ക് ഇന്ന് പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വഴിയിലിറങ്ങി പോകേണ്ട സാഹചര്യം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് വല വിരിച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ഇരയാക്കി ചൂണ്ടയിൽ കോർത്ത് പിന്നാമ്പുറത്ത്
അതിൻ്റെ കയറും വടിയും പിടിച്ചു നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ഇൽമുള്ളവർക്ക് പോലും സാധിക്കാത്ത കാലമാണ്. ഇൽമു മാത്രം പോരാ, ഹിക്മത്തും കൂടെ വേണം ജീവിച്ചു പോകാൻ എന്ന് ഓരോ സംഭവങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏതാണെങ്കിലും നടപടിയെടുക്കുക എന്നത് സ്വാഭാവികമായും ഒരു സംവിധാനത്തിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കിനും അദബും അച്ചടക്കവുമൊക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ, ആദർശവിശുദ്ധിയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ നമ്മളിൽ നിന്ന് സ്ഖലിതങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നേതാക്കൾ ഇടപെടുമെന്നത് ഒരു വസ്തുതയാണ്. ചിലപ്പോൾ ചില സസ്പെൻഷനുകൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ ഡിസ്മിസൽ തന്നെ കിട്ടിയെന്ന് വരും. പക്ഷേ അതൊക്കെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമാണ്. അത് അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരുമാണ്. അല്ലാതെ സമസ്തക്കത് പറയാൻ റൈറ്റില്ല, ഇത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഡ്രൈവർമാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുന്നതിന് പകരം പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അനുസരണയുള്ള സമൂഹത്തിൻ്റെ, ക്വാളിറ്റിയുള്ള ഒരു സമൂഹത്തിൻ്റെ മാനദണ്ഡം അത് അനുസരണയാണ്, അച്ചടക്കമാണ്. അതില്ലാത്ത ആളുകളെ പടിക്ക് പുറത്തു നിർത്തുക എന്നത് സ്വാഭാവികവുമാണ്. സ്വാഭാവികമായും അത്തരക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതും നമ്മൾ ഇനി കരുതലോടെ കണ്ടിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ സമസ്തയുടെ പ്രവർത്തകർ അത്തരം ഒച്ചപ്പാടുകൾക്ക് ചെവി കൊടുക്കാതെ, സമസ്ത തള്ളിയവർ അവർ പടിക്ക് പുറത്തു തന്നെ, എന്നാണോ അവർ അവരുടെ ആയുധം വെച്ച് കീഴടങ്ങി അനുസരണയുള്ള കുട്ടികളായി രക്ഷിതാക്കളെ അംഗീകരിക്കാൻ വരുന്നു, അന്ന് അവരെ സ്വീകരിച്ചാൽ സമസ്ത അത് അറിയിക്കും, അതിൻ്റെ പ്രസിഡന്റ് അത് പറയും. ഇപ്പോൾ അവരുമായി ബന്ധമില്ല എന്ന് സമസ്തയുടെ അധ്യക്ഷൻ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നിൽക്കുക എന്നതാണ് ഒരു പ്രവർത്തകന്റെ ബാധ്യത എന്നത്. അത് ഞാനും നിങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെ അത് ആരൊക്കെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ വിളിച്ചു കൂവിയാലും അതൊന്നും അംഗീകരിക്കേണ്ടതോ ചെവി കൊടുക്കേണ്ടതോ ആയ ബാധ്യത സമസ്തയുടെ പ്രവർത്തകർക്കില്ല. ഏതാണെങ്കിലും ഇനി നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ വലിയ ഫ്ലക്സുകൾ ഉയർന്നു വരേണ്ട സമയമാണ്. കൂറ്റൻ കട്ടൗട്ടറുകൾ ഉയർന്നു വരേണ്ട സമയമാണ്. പ്രചാരണത്തിൻ്റെ ഭാഗമായി നാടും നഗരവുമെല്ലാം ഒരു സമസ്തമയം ഉണ്ടാക്കിയെടുക്കേണ്ട സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്, ഓരോ ഘടകങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങൾ, അവർ നിർവഹിക്കേണ്ട ചുമതലകൾ വർഗീകരിച്ചു കൊടുക്കുമെന്നാണ്. ആ വിവരം നമുക്ക് കിട്ടിയാൽ നമ്മിൽ അർപ്പിതമായി നമ്മൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, 10-14 വരുന്ന ഉപഘടകങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫോർമുല തയ്യാറാക്കി നൽകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് കീഴ്ഘടകത്തിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, ഏതിലാണോ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളത്, ആ ഘടകം പറയുന്ന, ആ ഘടകത്തിനോട് സമസ്ത എന്താണോ പറയുന്നത് അതിൻ്റെ പ്രചാരണത്തിലെല്ലാം നമ്മൾ കർമ്മനിരതരായിരിക്കാൻ ശ്രമിക്കണം. ഇനി ഏതെങ്കിലും ഒരു ബോഡി, ഏതെങ്കിലും ഒരു ഭാഗത്ത് ചില കുറവുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞ് മേക്കപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. അത് നമ്മൾ ആരെയും ഓവർകം ചെയ്യാനല്ല, നമുക്ക് നമ്മുടെ പ്രചാരണങ്ങൾ കൊഴുക്കണം. എന്തൊക്കെ പരിപാടികളാണോ കർമ്മ പദ്ധതികളാണോ ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് ഓരോ ഘടകങ്ങൾക്കും എന്തൊക്കെയാണോ നിർണ്ണയിച്ച് നൽകുന്നതെങ്കിൽ, അതിൽ ആർക്കെങ്കിലുമൊക്കെ കുറവ് വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടെ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുറവ് നികത്തി പരിപൂർണാർത്ഥത്തിൽ ആഗോള മുസ്ലിം ലോകം ശ്രദ്ധിക്കുന്ന ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള വിജയത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായ ദുആ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഇനി കൂടുതൽ ഉണ്ടാകാൻ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉലമാക്കളുടെ മുഖമാണ് വരേണ്ടത്. നമ്മുടെ അഭിമന്യരായ നേതാക്കന്മാരുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് ചാടി പുറപ്പെട്ട് അതിൽ പ്രതികരണങ്ങൾ നടത്തി പ്രസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കാതെ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഗതി കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചറിഞ്ഞ് പക്വതയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചുറ്റുഭാഗത്തും പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി കത്തു നിൽക്കുന്നവരാണ്, അകത്തും പുറത്തും ശത്രുക്കളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. വിദായികൾ ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. സമസ്ത ഉണ്ടായത് തന്നെ അവരെ പ്രതിരോധിക്കാനാണ്. അവർ ഏത് ചതി ഉപയോഗിച്ചുകൊണ്ടും ഏതുതരം കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടും സമസ്തയെ പൊളിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും. അവരുടെ ചാരന്മാരെ അവർ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറ്റി ഇത് പൊളിക്കാനുള്ള പ്രവർത്തനങ്ങൾ വരെ അവർ നടത്തും. അതുകൊണ്ട് അതെല്ലാം കണ്ടറിഞ്ഞ് വളരെ തന്മയത്വത്തോടു കൂടെ അതിനെ പ്രതിരോധിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെയൊക്കെ മുൻപിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ മസ്തിഷ്കത്തിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു ലക്ഷ്യം,
2026 ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ കാസർഗോഡ് കുണിയയിലെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിയിൽ വെച്ച് നടക്കാൻ പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ 100ാമത് വാർഷിക ഐതിഹാസിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രൗഢമായ വിജയം മാത്രമായിരിക്കണം. അതിലേക്കുള്ള പ്രയാണം മാത്രമായിരിക്കണം. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നടക്കുന്ന കലഹങ്ങളിലും അലമ്പുകളിലും പെട്ടുപോകാതെ നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുൻപോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ പ്രസ്ഥാനത്തിൻ്റെ ആദർശ വിശുദ്ധിയോടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ വെട്ടിത്തിളങ്ങുന്ന വൈജയന്തിയുടെ ഈ പതാക ഇമാം മഹ്ദിയിലേക്ക് ഏൽപ്പിക്കുന്നത് വരെ നാം തലമുറകളിലൂടെ ആദർശ വിശുദ്ധിയോടെ കൂടെ തന്നെ ഇതിനോടൊപ്പം നാം മുന്നേറുക തന്നെ ചെയ്യുമെന്ന പ്രതിജ്ഞയോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാം. എല്ലാവർക്കും ജുമുഅ